ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എന്താണ് അവിടുത്തെ സ്ഥിതി എന്തായാലും രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജമ്മു കാശ്മീരിൽ പ്രചരണം ഊർജിതമാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ചും BJP. മുൻപ് PDPയുമായി ബന്ധം സ്ഥാപിച്ച് ജമ്മു കാശ്മീരിൽ അധികാരം സ്ഥാപിക്കാൻ നോക്കിയ പാർട്ടിയാണ് BJP. പക്ഷേ അത് ഇടയ്ക്ക് വച്ച് അവസാനിച്ചു. നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളല്ല അവർ എന്നോ കരുതിയാകണം BJP PDPക്കുള്ള പിന്തുണ പിൻവലിച്ചത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും ഇത്തവണ കൊണ്ടുപിടിച്ച പ്രചരണം തന്നെയാണ് BJP ജമ്മു കാശ്മീരിൽ നടത്തുന്നത്. ഒറ്റയ്ക്ക് ഭരണം പിടിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാരണം 2019 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവി ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ജമ്മു കാശ്മീരിൽ തങ്ങൾ നടത്തിയ പുതിയ മാറ്റം ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തെളിയിക്കേണ്ടത് BJPയുടെ ബാധ്യതയാണ്. അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറയേണ്ടത് ജനങ്ങളുമാണ്. അവർ അത് പറയുന്നത് തിരഞ്ഞെടുപ്പിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ അടിയും ശ്രദ്ധിച്ചാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ BJPയുടെ പ്രചരണങ്ങളെ കവച്ചുവയ്ക്കുന്ന പ്രചരണ പരിപാടികളാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രസ്തുത പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രദ്ധ നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലേക്ക് പോയി ചെന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 21 രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലെത്തി. അവിടെ കാശ്മീരിലെ ചില യുവ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വളരെയേറെ അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിവാഹമെന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയോടും 2 കുട്ടികളോടും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും ഒരു അഫ്ഗാൻ വനിതയെ അദ്ദേഹം നേരത്തെ വിവാഹം ചെയ്തിരുന്നു എന്നുമൊക്കെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ്. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് പോലും ഇത്തരത്തിൽ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില കൂട്ടർ. അവരെ സംബന്ധിച്ച് ഇതൊക്കെ നല്ലതാണ്. കാരണം അത്തരത്തിലുള്ളവരെയാണ് ആ ഗ്രൂപ്പിന് വേണ്ടത്. എന്തായാലും നിങ്ങൾ എത്തപ്പെട്ട സ്ഥലം നല്ല സ്ഥലം തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ജമ്മു കാശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധി അവിടുത്തെ യുവ വിദ്യാർത്ഥികളുമായി സംവദിച്ച കാര്യമാണ്. ഈ സംഭാഷണത്തിനിടെ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെ വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. ഈ രസകരമായ നിമിഷത്തിൻ്റെ വീഡിയോ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറുകയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. I don't want to get married anytime soon. Are you talking about the society or a person? She's trying to get me into trouble. So, What do you think about marriage? What are your thoughts? Pressure. I've outlasted that pressure for 20-30 years. Do you But I plan? think it's a good thing. Do you plan on getting married? Yeah, I mean, I don't plan it, but if it happens so to be... please do invite us that day. So because you need to know. Like I am you only need to know what's 21, happening so in the society. I'm only 21. I'm living my years. You know, I'm just trying to be chill. I don't want to grow up anymore because I don't want to get married. So it is scary, you know. It is a bit scary. Why? I don't know. Marriage it feels. I was in the court. Overwhelming. I was in the court last time for our court diary, and I saw that divorce rates in Kashmir are increasing like anything. So that's better to not get married for at least जितना time आप avoid कर सको until you find the right person. और वो अभी तक मिल नहीं रहा है. We have marriage pressure going on in our society and families. Yeah. Like any girl who crosses 12th or graduates. And the next step is, when are you getting married? Yeah. It So when we look at a societal level, lack of delay in marriages is actually lack of employment also. Yeah. Because men, when they Yeah. don't get employed, until they're Right. re-employed, they can't get married. So that's a lot of societal level pressure on the men also. So lack of employment Yeah. is a major cause. 10 മിനിറ്റ് നീണ്ട ഈ സംഭാഷണത്തിൽ കശ്മീരിൻ്റെ ഭാവി മുതൽ പെൺകുട്ടികളുടെ തൊഴിലവസരങ്ങൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും രാഹുൽ ഗാന്ധി കശ്മീരി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിരുന്നു. ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. വിദ്യാർത്ഥി ചോദിച്ചത് ഇങ്ങനെയാണ്: രാഹുൽജി, നിങ്ങൾ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? ഈ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഈ സംഭാഷണത്തിൻ്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിങ്ങനെയാണ്: തൻ്റെ വിവാഹം സംബന്ധിച്ച് ഇതുവരെ യാതൊരുവിധ ആസൂത്രണങ്ങളുമില്ല. ഇനി വിവാഹം നടന്നാലും യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം കഴിഞ്ഞ 20-30 വർഷമായി
തുടർന്നു വരുന്ന വിവാഹത്തിൻ്റെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയോട് ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളെ ക്ഷണിക്കാൻ മറക്കരുത് എന്ന് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഉറപ്പ് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിടുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും പലപ്പോഴും അദ്ദേഹം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും ഞാൻ ശരിയായ ഒരു പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോടും പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണിലും രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരുന്നു. ലാലു പ്രസാദ് യാദവിൻ്റെ ഈ ചോദ്യം അന്ന് രാഹുൽ ഗാന്ധി നേരിട്ടിരുന്നു. പാട്നയിൽ നടന്ന പ്രതിപക്ഷ യോഗത്തിൽ ലാലു പ്രസാദ് യാദവ് വിവാഹം കഴിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ വിവാഹം കഴിക്കൂ, ഞങ്ങൾ വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുക്കും എന്നാണ് ലാലു പറഞ്ഞത്. അതിന് രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ തീർച്ചയായും അത് സംഭവിച്ചേക്കുമെന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജയ്പൂർ മഹാറാണി കോളേജിലെ വിദ്യാർത്ഥിനികളുമായുള്ള സംഭാഷണത്തിനിടെ രാഹുൽ ഗാന്ധി ഇതേ ചോദ്യം നേരിട്ടിരുന്നു.